റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉടൻ സംസാരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. Phone call with Ukrainian President Zelensky today. Do you plan to speak with Russia's President Putin in the near future? I will be. Yeah, I will be. We're having a very good dialogue. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം വേഗം അവസാനിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ കാര്യങ്ങൾ കഠിനമാണെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ സമാധാന ചർച്ചകൾക്ക് മോസ്കോയിലേക്കുള്ള പുടിന്റെ ക്ഷണം സെലൻസ്കി വീണ്ടും തള്ളി. ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിലും മോസ്കോയിലേക്കുള്ള ക്ഷണം പുടിൻ ആവർത്തിച്ചിരുന്നു. വിവരങ്ങളുമായി അജയ് സുധാബിജു തന്നെ ചേരുന്നുണ്ട്. അജയ്, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് പുടിൻ രംഗത്തെത്തിയിരുന്നു. ഇതിൽ പുടിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ചൈന പോലെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങളോട് ഇത്തരത്തിലൊരു തീരുവ ചുമത്തുന്ന ഭീഷണിയിലൂടെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൂടെയും US-ന് ഇടപെടാൻ സാധിക്കില്ല. കൊളോണിയൽ കാലഘട്ടം അവസാനിച്ചു എന്ന് US തിരിച്ചറിയേണ്ടതുണ്ട് എന്നും പുടിൻ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ട്രംപ് വിവിധ യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടും സംസാരിച്ചത്. അപ്പോൾ ഈ ചർച്ചയിൽ യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള വിവിധ കാര്യങ്ങളാണ് ചർച്ചയായത്. ഈ ചർച്ചയിൽ അദ്ദേഹം സെലൻസ്കിയുമായിട്ട് സംസാരിച്ചിരുന്നു. സെലൻസ്കിയുമായി സംസാരിച്ചതിൽ ഈ പുടിനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ എന്നാൽ ഈ യുദ്ധം നിർത്തുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ട്രംപ് പറയുകയുണ്ടായിരുന്നു. ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം പുടിനുമായി ഉടൻ സംസാരിക്കുമെന്ന് പറഞ്ഞതും. അതായത് പുടിൻ ഇത്തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോഴും യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങളുമായി ട്രംപ് മുന്നോട്ട് തന്നെ എന്നുള്ള സൂചനയാണ് ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനം നൽകുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവർ റഷ്യയുമായി ഇപ്പോഴും ഈ എണ്ണ കച്ചവടം നടത്തുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കാരണം റഷ്യയ്ക്ക് നിലവിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം 1.1 ബില്യൺ യൂറോ സമ്പത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ട് നിർത്തലാക്കണം. അതുപോലെ തന്നെ ചൈന റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ചൈനയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാകണമെന്നും ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ ഇതിൽ നിന്ന് തന്നെ ട്രംപിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകും. US ചൈനയുമായിട്ട് പുതിയ ഒരു വ്യാപാര കരാർ ഒപ്പിട്ട് US-ന് ആവശ്യമായിട്ടുള്ള ചൈനീസ് സാധനങ്ങൾ അത് സുഗമമായിട്ട് വരാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും നോക്കുകയാണ്. അതേസമയം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഉത്തരവിടുകയാണ് ചൈനയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന്. അതേസമയം തന്നെ ഈ സെലൻസ്കി ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ തന്നെ പുടിൻ ക്ഷണിച്ച ആ ഒരു ക്ഷണം അദ്ദേഹം പൂർണ്ണമായിട്ട് നിരസിക്കുകയാണ്. റഷ്യയിലേക്ക് പോകില്ല, മോസ്കോയിലേക്ക് പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ സമാധാന ചർച്ചകൾ ഇപ്പോഴും ഒരു കാര്യമായി തന്നെ പുരോഗമിക്കുന്നില്ല ഇരു രാഷ്ട്ര നേതാക്കളുമായിട്ടുള്ളത് എന്ന് നമുക്കിപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കും. അനുശ്രീ, അതുതന്നെയാണ് ഈ സമാധാന ചർച്ചയ്ക്ക് ഇരു നേതാക്കളും തയ്യാറാകാത്ത ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ സമാധാന ചർച്ച അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ വെറുമൊരു വാഗ്ദാനമായി മാറാനുള്ള സാധ്യതയില്ലേ? അതെ, ആദ്യഘട്ടത്തിൽ ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും അതുപോലെ തന്നെ സെലൻസ്കിയുമായിട്ടും ട്രംപ് ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ തന്നെ ട്രംപ് ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു വഴിക്കല്ല ഇരു രാഷ്ട്ര നേതാക്കന്മാരും പോകുന്നത് എന്നുള്ള ഒരു സൂചന ട്രംപിന് ലഭിച്ചിരുന്നു. സെലൻസ്കി ഈ തങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രവിശ്യയും അത് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത് യുക്രൈൻ്റെ ഡോൺബാസ് മേഖല ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകളാണ്. ഇവിടെ റഷ്യ ഇപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളിലും അവരുടെ ഒരു കൺട്രോൾ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അധികാരം പൂർണ്ണമായിട്ട് റഷ്യയ്ക്ക് വേണം എന്നുള്ളൊരു വാദമാണ് റഷ്യ ഉന്നയിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞിരുന്നു, യുക്രൈൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ്റെ ചില പ്രദേശങ്ങൾ ചിലപ്പോൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനൊരിക്കലും തയ്യാറാകില്ല. ഇത് അഥവാ താൻ ഇതിന് തുനിഞ്ഞാൽ പുടിൻ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ
റഷ്യ തങ്ങളുടെ അധികാരം ശക്തിപ്പെടുത്തിക്കൊണ്ട് യുക്രൈനെ പൂർണ്ണമായിട്ട് പിടിച്ചടക്കാനുള്ള മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് സെലൻസ്കി പറഞ്ഞത്. ഇത്തരത്തിൽ ഇരു രാഷ്ട്ര നേതാക്കളും മുഖം തിരിച്ച് നിൽക്കുന്നതിനാൽ തന്നെ ചർച്ച ഫലപ്രദമായി പോകുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ശരി, അജയ് സുധ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.